May 7th. ഈ ഒരു ഡേറ്റ് കേൾക്കുമ്പം എൻ്റെ മക്കളുടെ നെഞ്ചൊക്കെ ചെറുതായിട്ടൊന്ന് ഇടിക്കുന്നുണ്ടോ? അല്ല, അപ്പം കുറേ പേർക്കൊക്കെ ഈ ഡേറ്റ് കേൾക്കുമ്പോൾ ഇതൊരു പേടി സ്വപ്നമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും. കുറേ പേർക്ക് ഈ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? അപ്പോൾ മിസ്സ് പറഞ്ഞു വരുന്നത് എന്താണെന്നുള്ളത് ഈ ഒരൊറ്റ ഡേറ്റ് കണ്ടപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. യെസ്, നമ്മളുടെ നീറ്റ് എക്സാം അല്ലേ, 2023 നീറ്റ് എക്സാം നടക്കുന്ന ഡേറ്റാണ് May 7th. അപ്പോൾ എന്തിനാണ് നിങ്ങളെല്ലാവരും ഇതിനെ പേടിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് ഇത്രയും അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക നമ്മളുടെ ഡ്രീമിലേക്കുള്ള വഴി എന്നൊക്കെ പറയുമ്പം? കാരണം നമ്മളുടെ എല്ലാവരുടെയും നീറ്റ് എക്സാം എഴുതുന്ന അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഡ്രീമാണ് ഈ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നമ്മളുടെ എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡ്രീംസിലേക്കുള്ളൊരു വാതിലാണല്ലേ, ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളുടെ ഈ ഒരു എക്സാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, യെസ് എന്തിനാണ് ഞാൻ ഈ ഒരു എക്സാം എഴുതുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, എന്തിനാണ് ഞാൻ ഈ എക്സാം എഴുതുന്നത്? ചിലപ്പം കുറേ പേര് വളരെ സീരിയസ് ആയിട്ട് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും ഉണ്ടാകും. അപ്പം നിങ്ങളെല്ലാവരും എപ്പോഴും ഇപ്പോൾ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിലും നല്ലതായിട്ട് സീരിയസ് ആയിട്ട് +1 +2 നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചു ആൻഡ് എന്തിനോ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നാലും ഞാൻ എന്തിനോ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്താണ്? യെസ്, നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന നമ്മളുടെ എക്സാമിനറിൻ്റെ നീറ്റ് ക്രാഷ് കോഴ്സ്. യെസ്, അതുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല ബസ് നീറ്റ് എക്സാം എഴുതണം എന്ന ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരിങ്ങനെ പറയുന്നുണ്ട് നീറ്റ് എഴുത് എന്ന് പറയുന്നുണ്ട് എന്നുള്ളവരാണെങ്കിലും, ആൻഡ് നമ്മളുടെ കൂടെ എക്സാമിനറിൻ്റെ കൂടെ നീറ്റിന് പ്രിപ്പയർ ചെയ്തു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് സ്വയം പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നൊരു കാര്യമായിരിക്കും നമ്മളുടെ എക്സാമിനറിൻ്റെ നീറ്റ് ക്രാഷ് കോഴ്സ് അല്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നീറ്റ് ക്രാഷ് കോഴ്സ് എഴുതുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ്? കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഫസ്റ്റ് മിസ് പറയാം, 2 കാറ്റഗറിയിലുള്ള നമ്മളുടെ ആൾക്കാർ. ഒന്ന്, നീറ്റിനെ വളരെ സീരിയസ് ആയിട്ട് സ്റ്റാർട്ടിങ് മുതലേ കണ്ട് +1 +2 മുതൽ പഠിച്ചു തുടങ്ങി നല്ല പോലെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ നീറ്റ് ക്രാഷ് കോഴ്സ് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താ, നമ്മൾ ലാസ്റ്റ് മിനിറ്റായിട്ട് നമ്മൾ ഒന്നുകൂടി അല്ലേ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മളുടെ ബാച്ചിൽ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞുതരാം. നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒന്നുകൂടി അതൊന്ന് തേച്ച് മിനുക്കി തിളക്കമാക്കി വെക്കണം അല്ലേ. നമ്മളുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ്. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ നീറ്റ് ക്രാഷ് കോഴ്സ്. അങ്ങനെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ നീറ്റ് ക്രാഷ് കോഴ്സ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾക്കൊരു ബെസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുകളിലുള്ളൊരു റാങ്ക് നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, കാരണം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനില്ലാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല അല്ലേ. അപ്പം ഇനിയുള്ള സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തെടുക്കാൻ പോവുകയാണ്, നമ്മളെ നീറ്റിന് വേണ്ടിയിട്ടുള്ള ആ ലാസ്റ്റ് ഫിനിഷിങ് ടച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് പറ്റും. ഇനി അടുത്തൊരു കാറ്റഗറി, ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല മിസ്, ഇനി വേണം പ്ലാൻ ചെയ്യാൻ. ഇതുവരെ +1 +2 ഞാൻ നീറ്റിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല, ഈ നിമിഷം മിസ് ഇത് പറയുന്നത് വരെ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല. പക്ഷേ എന്ത് ചെയ്യണം, നീറ്റ് എഴുതണം എന്നുണ്ട്. ഏതായാലും ഇനി +2 ഒക്കെ കഴിയട്ടെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നുണ്ട് നീറ്റ് എഴുതുക, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു മിസ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ നീറ്റ് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യണം. അതെന്തിനാ ഞാൻ അറ്റൻഡ് ചെയ്യണേ? ഇനി നിങ്ങൾ എന്തിനാണ് ഇത് അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, വീട്ടുകാർ നിങ്ങളെങ്ങനെ പുഷ് ചെയ്യുകയാണെന്ന് കരുതാം. അപ്പം നമ്മൾ ഈ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ആവറേജ് എത്ര സ്കോർ കിട്ടുന്നുണ്ട്, നിങ്ങളുടെ സ്കോർ ഏകദേശം ഏത് ലെവലിലാണെന്ന് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ വളരെ പുവറായിട്ടാണ്, നിങ്ങൾ ഈ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രാഷ് കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് തകർത്ത് പഠിച്ചിട്ടും നിങ്ങൾക്ക് വളരെ പുവർ സ്കോറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുറപ്പിക്കാം, ഇത് നമുക്കുള്ള വഴിയല്ല. ഓക്കെ, നിങ്ങൾ ചുമ്മാ വെറുതെ കളയണം എന്നല്ല മിസ് പറയാം. നിങ്ങൾ ഏതായാലും ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണെങ്കിൽ കൂടി നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ല ആത്മവിശ്വാസത്തോടു കൂടി നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് വളരെ മോശം സ്കോറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റിയതല്ല എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് വേറെ എന്തോ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഇതല്ല,
എന്ന് നമുക്ക് മനസ്സിലാവും. വെറുതെ അതിന് വേണ്ടിയിട്ട് ഒരു വർഷം പോയിട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഒരു വർഷം കളയണോ? മിസ്സിനറിയാം, ഒരുപാട് മിസ്സിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇങ്ങനെ പോയിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പറ്റുന്നില്ല. എന്നിട്ടും വീട്ടുകാർ വീണ്ടും പറഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്തു. 2 വർഷം 3 വർഷം റിപ്പീറ്റ് ചെയ്ത ആൾക്കാരെ വരെ മിസ്സിനറിയാം. എന്നിട്ട് അവസാനം മനസ്സിലായി, എൻ്റെ വീട്ടിനടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ടാണ് മനസ്സിലായത് ഇത് പറ്റില്ല. 2 വർഷം റിപ്പീറ്റ് ചെയ്തു. എന്നിട്ട് അവസാനം നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള ഒരു കോളേജിൽ പോയി ചേർന്നു, BSc മാത്സ് ഒക്കെ എടുത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആ 2 വർഷം കളയേണ്ട ആ കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. നമുക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് കുറച്ച് സമയം കൊണ്ട് പഠിച്ച് നീറ്റ് എങ്ങനെയാണ്, നീറ്റ് എക്സാം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം വരുമായിരുന്നോ? ഇല്ല, അല്ലേ? അതൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്തു, എക്സാം എഴുതി, നിങ്ങൾ വരികയാണ്, എനിക്ക് നീറ്റിന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഈ +1 +2 കാലഘട്ടത്തിൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ എന്തായാലും റിപ്പീറ്റ് ചെയ്ത് ഞാൻ എന്തായാലും റാങ്ക് വാങ്ങിക്കും എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസ് വേണം, അല്ലേ? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നീറ്റിന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നീറ്റ് എക്സാം എങ്ങനെയാണ്, നിങ്ങൾ സീരിയസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഒരു ബേസ് ഉണ്ടാവണ്ടേ? നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഒരു ദോശ ഉണ്ടാക്കുകയാണ്, നമ്മൾ ആദ്യം അതിൻ്റെ മുകളിൽ എണ്ണ തേക്കില്ലേ അടി പറ്റി പോകാതിരിക്കാൻ? നമ്മൾ മേക്കപ്പ് ഇടാണ്, നമ്മൾ ആദ്യം ബേസ് ഇടില്ലേ, അല്ലേ? നമ്മൾ ഡ്രസ്സ് ഇടാണ്, അതിൻ്റെ ഉള്ളിൽ ഇന്നർ ഇടില്ലേ, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ബേസ് വേണം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾ സീരിയസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, അത് നല്ല പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇനി മിസ് പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറി നല്ല സീരിയസ് ആയിട്ടാണ് മിസ് ഞങ്ങൾ പഠിച്ചത്. +1 +2 നല്ല അടിപൊളിയായിട്ട് ഞാൻ നീറ്റിന് പഠിച്ചിട്ടുണ്ട്, എക്സാമിനറിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്വയം ഒറ്റയ്ക്ക് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എക്സാം, നമ്മളുടെ നീറ്റ് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തവണ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ മെഡിക്കൽ കോളേജിൽ എയിംസിലൊക്കെ കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ നീറ്റ് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെ മിസ് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ചൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട്, നമ്മൾ ഒരു വർഷം ഇനി വേസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട്, അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓക്കെ, അപ്പം എപ്പോഴാണ് നമ്മളുടെ ഈ നീറ്റ് ക്രാഷ് കോഴ്സ് തുടങ്ങുന്നത്? നമ്മളുടെ പബ്ലിക് എക്സാമാണ് വരുന്നത്, അല്ലേ? നമ്മളെ +2 മക്കൾക്ക് പബ്ലിക് എക്സാമൊക്കെയാണ്. അപ്പോൾ March 30 കൂടിയിട്ട് എക്സാം കഴിയും. പിന്നെ May 7 നീറ്റ്. അതിനിടയിൽ ഒരു മാസം കറക്റ്റ് ഉണ്ട്. സോ ഒട്ടും വൈകിക്കുന്നില്ല, April 1 നമ്മൾ തുടങ്ങുകയാണ്. ആൻഡ് May 1 വരെ കറക്റ്റ് 30 ഡേയ്സ്. ഈ ഒരു 30 ഡേയ്സ് ക്രാഷ് കോഴ്സിലൂടെയാണ് നമ്മൾ നമ്മളുടെ ഡ്രീമിലേക്ക് നടന്നെത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഓടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. സോ എക്സാമിനർ നീറ്റ് ക്രാഷ് കോഴ്സ് 30 ഡേയ്സ് ആണ് നമ്മളുടെ ബാച്ച് ഡ്യൂറേഷൻ. എൻ്റെ മക്കൾ ഒന്ന് ആലോചിക്കുക, ഈ 30 ഡേയ്സ് കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ്, ഒന്നെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റിയതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ ഡ്രീം എന്താണ്, അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും നമ്മളുടെ ഈ നീറ്റ് ക്രാഷ് കോഴ്സ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മിസ് നമ്മുടെ ബാച്ചിലുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റീസ് എല്ലാവരും ഉണ്ടാകും. ഓക്കെ, നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റീസ്, ഇപ്പോൾ നീറ്റ് ആയതുകൊണ്ട് അലൻ സർ ഉണ്ടാവില്ല, കാരണം മാത്സ് ഇല്ലല്ലോ. പക്ഷേ അലൻ സർ നിങ്ങളെ കാണാൻ വേണ്ടി വരും. ഓക്കെ, നമ്മളുടെ ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ ഉണ്ടാകും. ഇനി എന്തൊക്കെയാണ് നമ്മളുടെ ഈ ബാച്ചിൽ കിട്ടുക? സോ സിമ്പിൾ. നിങ്ങൾക്ക് ഇത് നമ്മളുടെ +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്കും, പിന്നെ ഓൾറെഡി നീറ്റിന് റിപ്പീറ്റ് ചെയ്തു, ഇതിപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയറാണ്, ഇത്തവണ എഴുതുകയാണ് എന്നുള്ളവർക്കൊരു ഫൈനൽ ടച്ച്, ഒരു അടിപൊളി ഫൈനൽ റിവിഷൻ ആയിരിക്കും നമ്മളുടെ ഈ ക്രാഷ് കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയതാണ് നമ്മളുടെ ഈ ക്രാഷ് കോഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ഉള്ളതാണ്, ഈ 2 കാറ്റഗറിയിലുള്ള നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി എന്താണ് നമ്മളുടെ ഈ ക്രാഷ് കോഴ്സിൽ കിട്ടുക? നമുക്കറിയാം, അല്ലേ? കാരണം എക്സാമൊക്കെ കഴിഞ്ഞു, ഇനി സ്കൂളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഡെയിലി 7 to 8 hours ക്ലാസ്സാണ്. പക്ഷെ ഇത്രയും പഠിക്കണം? യെസ്, ഇത്രയും പഠിക്കണം. കാരണം ഓൾ ഇന്ത്യ ലെവലിലുള്ള എക്സാമാണ്, അല്ലേ? എല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന എക്സാമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇത്രയെങ്കിലും മിനിമം പഠിക്കണം.
അപ്പോൾ 7 to 8 hours ഡ്യൂറേഷനിലുള്ള ക്ലാസ് ആണ്. ആൻഡ് വീക്ക്ലി നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും, നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ടാകും. ദെൻ നമ്മളുടെ ക്ലാസ്സസിൻ്റെ PDF നോട്ട്സ് ഉണ്ടാകും. എക്സ്ട്രാ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്ഷീറ്റ് ഉണ്ടാകും നമ്മളുടെ നീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ. പിന്നെ നീറ്റ് പാറ്റേണിലുള്ള ടെസ്റ്റ് ഉണ്ടാകും ഓൾട്ടർനേറ്റ് വീക്സിലായിട്ട്. ദെൻ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും 1800 രൂപയ്ക്കാണ്. ഓക്കെ, 1800 രൂപയ്ക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. +1 +2 കംപ്ലീറ്റ് സിലബസ് ക്ലാസ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ വർക്ക് ഷീറ്റ്, 7 to 8 hours ക്ലാസ്. ഓക്കെ, നീറ്റ് ബേസ്ഡ് ടെസ്റ്റ്, ഓൾട്ടർനേറ്റ് വീക്കിൽ ടെസ്റ്റ് എല്ലാം ഉണ്ടാകും വെറും 1800 രൂപയ്ക്ക്. ഓക്കെ, നമ്മളെ നീറ്റ് ക്രാഷ് കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് 1800 രൂപ മാത്രമേ ഉള്ളൂ. ഇത് ഇത്രയും ലോ ആക്കി വെച്ചത് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നിങ്ങളുടെ ഡ്രീമിലേക്ക്, ഇതിപ്പോൾ വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ലേ. കാരണം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഓരോരുത്തരും എത്ര രൂപ കൊടുത്തിട്ടാണ് അവിടെ ഇവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് അല്ലേ. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും എത്രയാണ് പുറമേയൊക്കെയുള്ള ഫീസ് എന്ന്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ മിസ് എന്താ പറയുന്നത്, 1800 തന്നെയാണോ? യെസ്, കാരണം ഇത് നമ്മുടെ കുട്ടികളുടെ ഓരോരുത്തരുടെയും ഡ്രീമാണല്ലേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ എല്ലാം ആയിരിക്കാം ചിലപ്പം. അപ്പം നിങ്ങളുടെ ഡ്രീമിലേക്ക് നമ്മൾ ഭയങ്കര പൈസയൊക്കെ കൊടുത്തിട്ട് പറ്റുന്നവർ മാത്രം കയറിയാൽ മതി, അങ്ങനെയല്ല. നമ്മളുടെ കേരളത്തിൽ ഈ ഒരു പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാനും പറ്റണം, പഠിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഈ ഒരു 1800 രൂപയ്ക്ക് മിസ് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ കിട്ടും. പ്ലസ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ തന്നെ എൻട്രൻസ് വിന്നർ എന്ന് പറയുന്ന 23, ഇവിടെ 21 എന്നാണ് എഴുതിയത്, പക്ഷേ 23 വർഷത്തെ, ഇത് റിവൈസ്ഡ് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനാണ്. 23 വർഷത്തെ ഫുള്ളി, ഓക്കെ 23 വർഷത്തെ അല്ല, 23 ഫുള്ളി സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഫിസിക്സിൻ്റെ ഉണ്ട്, കെമിസ്ട്രിയുടെ ഉണ്ട്, ബയോളജിയുടെ ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആണ്. +1 ഉണ്ട്, +2 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം, കാരണം ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് തരും, എക്സ്ട്രാ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ഉണ്ടാകും, പ്ലസ് നിങ്ങൾക്ക് സ്വയം വർക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ തന്നെ 710 രൂപയുടെ ബുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, 710 രൂപയുടെ ബുക്കാണ്. ഈ ബുക്കാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അതും 1800 രൂപയ്ക്കുള്ള നമ്മളുടെ ഈ ഒരു നീറ്റ് ക്രാഷ് കോഴ്സിൽ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ താല്പര്യമുള്ളവരെല്ലാവരും, ഇപ്പം മിസ് പറഞ്ഞു നിങ്ങൾ ഓൾറെഡി നല്ല സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യണം. ഇനി ഒന്നും പഠിച്ചിട്ടില്ല, എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബേസാണ്, നിങ്ങൾക്ക് പറ്റിയ കോഴ്സാണ്. ഇനി അതല്ല വീട്ടുകാരുടെ നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം. ഒരു വർഷം വെറുതെ വേസ്റ്റ് ആക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് പറ്റുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യം എൻ്റെ മക്കളൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. 1800 രൂപ മാത്രമേ ഉള്ളൂ. 30 days ആണ് ഡ്യൂറേഷൻ. April 1 തുടങ്ങും നമ്മളുടെ ക്ലാസ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം, ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ തന്നെ ഏത് നമ്പറിലേക്ക്, ഈ ഒരു 7592092021 നിങ്ങൾ നീറ്റ് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള മിസ്സിൻ്റെ മക്കളെ എല്ലാവരും ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളുടെ എക്സാം എപ്പോഴാണ്, May 7 നമ്മളുടെ ബാച്ച് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, 1 April സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് നമ്മളുടെ ബുക്സിൻ്റെ സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആണ്. അപ്പം ഇപ്പോൾ സമയം വൈകിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും ഈ ബുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ആർക്കും ആ ഒരു നഷ്ടമൊന്നും വരാതെ നിങ്ങൾ ഫുൾ ലാഭത്തോടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഈ നീറ്റ് ക്രാഷ് കോഴ്സ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, താല്പര്യമുള്ളവരെല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ടൈം ടേബിളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ടൈം ടേബിൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ, 7 to 8 hours എങ്ങനെ ഒരു ദിവസം പഠിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, ഇതൊക്കെ സെറ്റാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഇതേപോലെ ഇതല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതേപോലത്തെ ഒരു ഫുൾ സെറ്റ് ടൈം ടേബിളൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മിസ്സിനെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം, മിസ് ഞാൻ റെഡിയാണ്, ഞാൻ പഠിക്കാൻ റെഡിയാണ്, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, എക്സാമിനുണ്ട് ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഞാൻ എൻ്റെ ഡ്രീമിലേക്ക് ഓടി അടുക്കും എന്ന് മിസ്സിനെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ നീറ്റ് ക്രാഷ് കോഴ്സിൽ കാണാം. ഫുൾ പവറോടെ നമ്മളുടെ എക്സാമിനർ ഫാമിലീൻ്റെ കൂടെ നമ്മളുടെ ഓരോരുത്തരുടെയും ഡ്രീമിലേക്ക് നമുക്ക് ഓടിയെടുക്കാം. ഓക്കെ.